എത്ര മെലിഞ്ഞവരുടെയും ശരീരഭാരം വളരെ പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സിമ്പിൾ ടിപ്പാണ്. അപ്പം നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും വെയിറ്റ് കൂടുന്നില്ല എന്ന പരാതിയുള്ളവരാണെങ്കിൽ ഈ ഒരു പറയുന്ന കാര്യം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രം മതിയാകും നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നതായിരിക്കും നമുക്ക് ആ ഒരു ബെസ്റ്റ് റിസൾട്ട് കിട്ടുക. അതുപോലെ തന്നെ നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ട്രൈ ചെയ്യുക. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ യൂസ് ചെയ്യാവുന്നൊരു ടിപ്പ് കൂടിയാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് റാഗിയാണ്. മാക്സിമം നമ്മൾ ഇതുപോലത്തെ റാഗി വാങ്ങിയിട്ട് വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. റാഗിയുടെ പൗഡറൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത്രയ്ക്കുള്ള ആ ഒരു റിസൾട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ ഞാൻ ഇതുപോലത്തെ റാഗിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ നമുക്കിത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. അപ്പോൾ ഇത് ഏകദേശം ഞാനിപ്പോൾ ഒരു കപ്പോളം എടുത്തിട്ടുണ്ട്. ഇതപ്പോൾ നിങ്ങളുടെ ആവശ്യാനുസരണം എടുക്കാവുന്നതാണ്. ആദ്യം തന്നെ ഒരു 1/4 കപ്പോളം റാഗി എടുത്ത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് പാനിലിട്ട് ചൂടാക്കുക. ജസ്റ്റ് ചൂടാക്കിയതിന് ശേഷം നിങ്ങൾക്ക് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ച് വയ്ക്കുക. ആ ഒരു പൗഡറിലോട്ട് അതൊരു 2 ടേബിൾ സ്പൂണോളം പൗഡർ എടുക്കുകയാണെങ്കിൽ അതിലോട്ട് ഈ ഒരു കൽക്കണ്ടം കൂടിയിട്ട് ചേർത്തിട്ട് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ശേഷം നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. റാഗിയുടെ കുറുക്കാണ് നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടത്. കൽക്കണ്ടം തന്നെ നിങ്ങൾ മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. എങ്കിലായിരിക്കും നമുക്ക് ആ ഒരു 100% റിസൾട്ട് കിട്ടുക. നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ നമുക്ക് കൽക്കണ്ടം വാങ്ങിക്കാനും അതുപോലെ റാഗി വാങ്ങാനൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഓൺലൈൻ വഴി ആയാലും നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു കുറുക്ക് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂണുള്ള റാഗിയുടെ പൗഡർ മാത്രമേ റെഡിയാക്കി എടുത്തിട്ടുള്ളൂ. അതിലോട്ട് വെള്ളവും ചേർത്ത് കൽക്കണ്ടവും ചേർത്താണ് ഈ ഒരു രീതിയിൽ ഞാൻ കുറുക്ക് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. പാല് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വെള്ളം ചേർത്ത് തന്നെ നിങ്ങൾക്ക് റാഗിയുടെ കുറുക്ക് ഇങ്ങനെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. നിങ്ങൾ കൂടുതൽ ക്വാണ്ടിറ്റി റെഡിയാക്കി വയ്ക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചൊരു 3 ദിവസം വരെ യൂസ് ചെയ്യാം. മാക്സിമം 3 ദിവസം. അതിൽ കൂടുതൽ നമ്മളത് എടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ റെഡിയാക്കിയ കുറുക്കിലോട്ട് 1 ടേബിൾ സ്പൂണോളം നല്ലെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ വെയിറ്റ് ഗെയിന് നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് നല്ലെണ്ണ. നല്ലെണ്ണ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് ബ്രാൻഡായാലും കുഴപ്പമില്ല. നമുക്ക് ഇതും സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. നമ്മൾ ഫുഡിൽ ഉൾപ്പെടുത്തുന്ന നല്ലെണ്ണയാണ് കേട്ടോ എടുക്കേണ്ടത്. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഫുഡിൽ യൂസ് ചെയ്യുന്ന നല്ലെണ്ണ വേണം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത്. എന്നിട്ട് ഈ ഒരു റാഗിയുടെ കുറുക്കിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. ആദ്യം നമ്മൾ ഈ ഒരു രീതിയിൽ വേണം ഇത് റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി ഈ ഒരു റാഗിയുടെ മിക്സിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള കാര്യങ്ങൾ ചേർത്തിട്ട് മിക്സിയിലിട്ടൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് നട്ട്സാണ്. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് നട്ട്സായാലും ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ആൽമണ്ട്സ് ചേർത്ത് കൊടുക്കുകയാണ്. ഏകദേശം ഒരു 7-8 ആ ഒരു അളവിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പ്രത്യേകിച്ചൊരു അളവൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഇതുപോലെ സ്കിന്ന് മാറ്റിയിട്ട് അങ്ങനെയും ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് കാഷ്യൂ നട്ട്സാണ്. ഇതൊരു 7 ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് അല്ലെങ്കിൽ ആൽമണ്ട്സും കാഷ്നട്ട്സും കൂടി ജസ്റ്റ് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അങ്ങനെയും ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ മസ്റ്റായിട്ടൊരു ബനാന ചേർത്തിരിക്കണം. എങ്കിൽ മാത്രമായിരിക്കും നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുക. നമ്മുടെ വെയിറ്റ് ഗെയിന് നമ്മൾ ഒത്തിരി പ്രൊമോട്ട് ചെയ്യുന്നൊരു കാര്യമാണ് ബനാന. മസ്റ്റായിട്ട് നിങ്ങൾ ചേർത്ത് കൊടുത്തിരിക്കണം. കുഞ്ഞാണെങ്കിൽ 2 വരെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 1 ആഡ് ചെയ്ത് കൊടുത്താലും മതിയാകും. ഇത് നമ്മളെ വെയിറ്റ് ഗെയിന് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. മാക്സിമം നിങ്ങൾ ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം ഈ ഒരു സ്മൂത്തി റെഡിയാക്കി എടുക്കേണ്ടത്. ഇങ്ങനെ നിങ്ങൾ റെഡിയാക്കി എടുക്കുന്ന സ്മൂത്തി രാവിലെ വെറും വയറ്റിൽ തന്നെ കുടിക്കുക കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുന്നോടിയായിട്ട് തന്നെ ഈ ഒരു സ്മൂത്തി കുടിക്കുക. ഈ ഒരു സ്മൂത്തി കുടിച്ചിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം മാത്രമേ നിങ്ങൾ ചായയോ കോഫിയോ ബ്രേക്ക്ഫാസ്റ്റോ കഴിക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. ഇങ്ങനെ കഴിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ആ ഒരു പെട്ടെന്നുള്ള റിസൾട്ട് കിട്ടുക. ഈ ഒരു രീതിയിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്യുവാണെങ്കിൽ 2 വീക്സ് കൊണ്ട് നിങ്ങൾക്കൊരു 3 കിലോയോളം വെയിറ്റ് ഉറപ്പായിട്ട് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു സ്മൂത്തിക്കൊപ്പം തന്നെ നിങ്ങൾ ഹെൽത്തി ആയിട്ട് ഫുഡ് കൂടി കഴിക്കുക കേട്ടോ. കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്ന ആ ഒരു ടൈമിൽ നിങ്ങൾ ഈ ഒരു സ്മൂത്തി അടിച്ച് കൊടുത്താലും മതിയാകും. അവർക്ക് റാഗിയുടെ കുറുക്ക് കൊടുക്കുന്നത് അവരുടെ വെയിറ്റ് ഗെയിൻ അവരെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ അവർക്ക് അങ്ങനെ കൊടുക്കുക. വലിയവരാണെന്നുണ്ടെങ്കിൽ വെറും വയറ്റിൽ തന്നെ കുടിക്കുക. രാവിലത്തെ ടാബ്ലറ്റും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ളവരാണെങ്കിൽ അത് കഴിഞ്ഞിട്ടൊരു 15-20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ ഒരു സ്മൂത്തി കുടിച്ചാലും മതിയാകും. കണ്ടിന്യൂസ് ആയിട്ട് തന്നെ കുടിച്ചാലായിരിക്കും നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കിട്ടുക. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഫ്രണ്ട്സായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതുപോലത്തെ അപ്ഡേറ്റ്സും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട്. താങ്ക് യു.